നടൻ ദിലീപിനെ രക്ഷിച്ച ജഡ്ജിയമ്മാവൻ വാർത്തകളിൽ നിറയുകയാണ്. ആരാണ് നടൻ ദിലീപിനെ രക്ഷിച്ച ആ ജഡ്ജിയമ്മാവൻ? കോട്ടയം കാഞ്ഞിരപ്പള്ളിക്ക് സമീപത്തുള്ള ചെറുവള്ളി ദേവീക്ഷേത്രം. സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ജഡ്ജിയമ്മാവനും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ആദിപരാശക്തിയുമാണ് ഇവിടെ വിശ്വാസികൾക്കുള്ളത്. ദിലീപിനെ മാത്രമല്ല ജഡ്ജിയമ്മാവൻ രക്ഷിച്ചിട്ടുള്ളത്. ക്രിക്കറ്റ് കോഴയിൽ നിന്നും ശ്രീശാന്തിനെ രക്ഷിച്ച ജഡ്ജിയമ്മാവൻ. ബാലകൃഷ്ണപിള്ളയും ഇവിടുത്തെ ഭക്തനായിരുന്നു. കരുണാകരന് വേണ്ടിയും പ്രാർത്ഥനകൾ നടന്നിട്ടുണ്ട്. ശബരിമല കേസിൽ ഹർജി പകർപ്പ് നടയിൽ സമർപ്പിച്ച് അടവഴിപാട് പ്രയാർ ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് മുട്ടിപ്പായിൽ പ്രാർത്ഥിച്ചവർ നിരവധിയാണ്. ക്ഷേത്രത്തിലെ സാധാരണ പൂജകളൊക്കെ കഴിഞ്ഞ് രാത്രി മാത്രമേ ജഡ്ജിയമ്മാവന്റെ കോവിൽ തുറക്കാറുള്ളത്രേ. അത്താഴ പൂജയ്ക്ക് ശേഷം ക്ഷേത്രം അടച്ചതിന് ശേഷം മാത്രമേ ഈ കോവിൽ തുറക്കാറുള്ളൂ. രാത്രി 8 മുതൽ 8:45 വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്. ഈ സമയത്ത് ജഡ്ജിയമ്മാവനോട് പ്രാർത്ഥിക്കാനായി നിരവധി വിശ്വാസികൾ എത്താറുണ്ട്. മറ്റൊരിടത്തുമില്ലാത്ത ഒരു പ്രതിഷ്ഠയാണ് ചെറുവള്ളി ശ്രീദേവി ക്ഷേത്രത്തിലെ ജഡ്ജിയമ്മാവൻ. വ്യവഹാരങ്ങളിൽ പെട്ടുഴലുന്നവർക്ക് അനുഗ്രഹങ്ങൾ നൽകി രക്ഷപ്പെടുത്തുന്ന ജഡ്ജിയമ്മാവൻ എന്നാണ് വിശ്വാസം. തിരുവിതാംകൂർ രാജ്യത്തെ ജഡ്ജിയായിരുന്ന രാമവർമ്മ പുരത്തുമഠം ഗോവിന്ദപിള്ളയാണ് ജഡ്ജിയമ്മാവൻ എന്ന പ്രതിഷ്ഠയിലെ ചൈതന്യം. ചരിത്രം ഇങ്ങനെയാണ്. ചെറുവള്ളി പയ്യമ്പള്ളി കുടുംബത്തിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തിരുവല്ലയ്ക്കടുത്തുള്ള തലവടിയിലേക്ക് കുടിയേറിയവരാണ് രാമവർമ്മ പുരത്തുമഠക്കാർ. ധർമ്മരാജയുടെ കൊട്ടാരം വൈദ്യനായ ഗോവിന്ദൻ ചെമ്പകരാമന്റെ അനന്തരവനായിരുന്നു സദർ കോടതി ജഡ്ജിയായിരുന്ന ഗോവിന്ദപിള്ള. തികഞ്ഞ നീതിബോധത്തോടെയുള്ള കർത്തവ്യ നിർവഹണം, കർശനമായ നീതി നിർവഹണം, രാജപ്രീതിക്ക് ഇതെല്ലാം പാത്രമായി. എന്നാൽ സ്വന്തം അനന്തരവൻ പത്മനാഭപിള്ളയെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഇദ്ദേഹം വധിക്കാനിടയായി. വിധി വൈപരീത്യം കൊണ്ടുണ്ടായ ഈ സംഭവം ജഡ്ജി ഗോവിന്ദപിള്ളയെ മാനസികമായി ഏറെ തളർത്തി. നിരപരാധി വധിച്ചതിന് യുക്തമായ ശിക്ഷ ഏറ്റുവാങ്ങണമെന്ന് സ്വയം നിശ്ചയിച്ചു. തനിക്കുള്ള ശിക്ഷ വിധിച്ച് നടപ്പാക്കാൻ രാജാവിനോട് അപേക്ഷിച്ചു. എന്നാൽ രാജാവ് അതിന് വിസമ്മതിച്ചു. ഒടുവിൽ ശിക്ഷ നടപ്പാക്കണം എന്ന ഗോവിന്ദപിള്ളയുടെ നിർബന്ധത്തിന് രാജാവ് വഴങ്ങേണ്ടി വന്നു. എന്നാൽ രാജാവ് ശിക്ഷ വിധിച്ചില്ല. പകരം ഇങ്ങനെ ആവശ്യപ്പെട്ടു: ജഡ്ജി സ്വയം ശിക്ഷ വിധിക്കുക, നാം അത് നടപ്പാക്കാം. സ്വന്തം വധശിക്ഷയാണ് ജഡ്ജി വിധിച്ചത്. ഏറെ ഖേദത്തോടെ രാജാവ് അത് നടപ്പാക്കി. ദുർമരണം ഏറ്റുവാങ്ങിയ ആത്മാവ് മോക്ഷം ലഭിക്കാതെ അലയുകയും കുടുംബത്തിലും നാട്ടിലും നിരവധി അനർത്ഥങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. പ്രതിവിധികൾ ചെയ്തുവെങ്കിലും ദുർവിധികൾ തുടർന്നുകൊണ്ടേയിരുന്നു. ധർമ്മദേവതയായ ചെറുവള്ളി ഭഗവതിയുടെ സവിധത്തിൽ കുടിയിരുത്തിയാൽ അനർത്ഥങ്ങൾക്ക് അറുതിയാവുമെന്നൊടുവിൽ പ്രശ്നവിധിയിൽ തെളിഞ്ഞു. അങ്ങനെയാണ് ചെറുവള്ളി ശ്രീദേവി ക്ഷേത്രത്തിൽ ജഡ്ജിയമ്മാവൻ പ്രതിഷ്ഠ നടക്കുന്നത്. തെറ്റിദ്ധാരണയുടെ പേരിൽ വധിക്കപ്പെട്ട അനന്തരവൻ പത്മനാഭപിള്ളയെ തിരുവല്ല പനയന്നാർക്കാവിലും പ്രതിഷ്ഠിച്ചു. കേസുകളിൽ വിജയം നേടാൻ, തടസ്സങ്ങൾ മാറാൻ, ഉപകാര സ്മരണയ്ക്ക് എന്നിങ്ങനെ അനുഗ്രഹപ്രാപ്തിക്കായി ജഡ്ജിയമ്മാവനെ ശരണം പ്രാപിക്കുന്നു. അരിയട നേദ്യമാണ് പ്രധാന വഴിപാട്. കരിക്ക്, വെറ്റില, അടയ്ക്ക എന്നിവ തിരുനടയിൽ അർപ്പിക്കാവുന്ന വഴിപാടുകളാണ്. ജഡ്ജിയമ്മാവൻ ശ്രീകോവിലിൽ വിളക്ക് ജ്വലിപ്പിച്ച് നേദ്യം അർപ്പിച്ചാൽ ഉടൻ തന്നെ വിളക്കണച്ച് ഈ നടയടയ്ക്കും. കേസിൽപ്പെട്ടവർക്ക്, വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടവർക്കും പ്രാർത്ഥിക്കാനാണ് ഈ ക്ഷേത്രം. ഈ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ കേസുകളിൽ വിജയിക്കാനാകും എന്നാണ് വിശ്വാസം. ക്രിമിനൽ കേസിൽപ്പെട്ടവരും വ്യവഹാരങ്ങളിൽ ഉൾപ്പെട്ടവരും കേസുകളുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന ജഡ്ജിമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് ഈ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനെത്തുന്നത്. പത്തനംതിട്ട ജില്ലയിൽ റാന്നി, മണിമല, പൊൻകുന്നം റൂട്ടിലാണ് ജഡ്ജിയമ്മാവന്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കാവുംഭാഗം ചെറുവള്ളി മേജർ ദേവി ക്ഷേത്രത്തിലാണ് ഉപദേവതയായ ജഡ്ജിയമ്മാവനുള്ളത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.